ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ആറ്റം മോഡൽസിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഓക്കെ, ഞാൻ ആദ്യം ഒരു ഹിസ്റ്ററി ഓഫ് ആറ്റം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ദ മാൻ ഹു ഈസ് ബിഹൈൻഡ് ദ ഫസ്റ്റ് ആറ്റം മോഡൽ ഈസ് ജോൺ ഡാൾട്ടൺ. ഡാൾട്ടൻ്റെ മോഡൽ എന്നാണ് പറയുക. ഓക്കെ, ഡാൾട്ടൺ പറയുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ആണെന്നാണ്. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, കട്ട് ചെയ്യാൻ കഴിയാത്ത അല്ലേ, അൺകട്ടബിൾ ആയിട്ടുള്ള, അതാണ് ഏറ്റവും ഒരു പ്രൈമറി യൂണിറ്റ്. അതിനെ നമുക്ക് ഡിവിസിബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയുള്ള പാർട്ടിക്കിളായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഈ ആറ്റം എന്ന് പറഞ്ഞാൽ എന്നാണ് ഡാൾട്ടൺ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ മാറ്ററും ആറ്റം കൊണ്ടാണെന്നും അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള പാർട്ടിക്കിളാണ് ആറ്റം എന്നതും മാറ്റർ ഈസ് കമ്പോസ്ഡ് ബൈ ആറ്റംസ്, അല്ലെങ്കിൽ ദ പ്രൈമറി യൂണിറ്റ് ഓഫ് മാറ്റർ ഈസ് ആറ്റം. ഓക്കെ, ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. ഇതാണ് ഡാൾട്ടൻ്റെ മോഡൽ. നമുക്കറിയാം അത് ശരിയല്ല. കാരണം എന്താ, ആറ്റത്തിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ? ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആറ്റം എന്തല്ല, കട്ട് ചെയ്യാൻ കഴിയാത്തൊരു സംഭവമൊന്നുമല്ല. ആറ്റത്തിനകത്തേക്ക് നമുക്ക് ആറ്റത്തിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. റൈറ്റ്, അത് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് ജെ തോംസൻ്റെ തോംസൺസ് മോഡലാണ് പിന്നെ വന്നത്. തോംസൺസ് മോഡൽ. തോംസൺ പറയുന്നത് ആക്ച്വലി തോംസൻ്റെ മോഡലിൻ്റെ പേര് തന്നെ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. പ്ലം പുഡിംഗ് മോഡൽ. ജെ തോംസൺ ആണ് പിന്നെ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, ഇലക്ട്രോൺസ് ഈ മോഡൽ അദ്ദേഹം കൊടുക്കുന്നത് ഒരു പ്ലം പോലെയാണ്. ഓക്കെ, ഒരു പുഡിങ്ങിലെ ഒരു പുഡിങ് എടുക്കാം, അതിനകത്ത് എന്തുണ്ട്? കുറേ പ്ലം ഉണ്ടെന്ന് ചോദിച്ചോളൂ. അങ്ങനെ പ്ലം പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് പ്ലംസ് ഇൻ എ പുഡിങ്. ഓക്കെ, അപ്പോൾ ഇതൊരു പോസിറ്റീവ് സ്ഫിയർ ആണ്. നമുക്കറിയാം പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഫിയർ, ഇതൊരു പോസിറ്റീവ് സ്ഫിയറിനകത്ത് എന്ത് ചെയ്യുന്നു? പിന്നെ ദീസ് ആർ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലായല്ലോ? ഇതിങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ജെ തോംസൻ്റെ മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ എന്നോ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ പറയാം. ഓക്കെ, വാട്ടർ മെലോനെ പോലെ ഒരു പോസിറ്റീവ് സ്ഫിയർ, കുറേ വാട്ടർ മെലൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, അത് എന്താണ്? ഇലക്ട്രോൺസിനെ പോലെ. ക്ലിയർ? റൈറ്റ്. ഇനി അപ്പോഴൊന്നും ന്യൂക്ലിയസ് വന്നിട്ടില്ല കേട്ടോ. ന്യൂക്ലിയസ് വരുന്നത് ആക്ച്വലി അടുത്ത മോഡലിലാണ്. അടുത്ത മോഡൽ റുദർഫോർഡിൻ്റെ മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ തോംസൻ്റെ മോഡലിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇവിടെ ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇലക്ട്രോൺസ് ആണ് ആക്ച്വലി, ഇലക്ട്രോൺസ്. റൈറ്റ്. ഇനി വരുന്നത് റുദർഫോർഡിൻ്റെ മോഡലാണ്. റുദർഫോർഡിൻ്റെ മോഡലിൻ്റെ കോൺട്രിബ്യൂഷൻ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ന്യൂക്ലിയസ് കണ്ടെത്തുന്നത് ആക്ച്വലി റുദർഫോർഡാണ്. ഓക്കെ, അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ട്. എക്സ്പെരിമെൻ്റിൻ്റെ പേര് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ്. ഓക്കെ, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഒരു ആൽഫ റേ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഗോൾഡ് ഫോയിലിലൂടെ കടത്തി വിടുന്നു. ഇതിന് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ, അതാണ് ആക്ച്വലി ഈ ന്യൂക്ലിയസിനെ കണ്ടെത്തുന്ന എക്സ്പെരിമെൻ്റ് ഒക്കെ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ന്യൂക്ലിയസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡലാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് ചുറ്റും എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് മോഡൽ അല്ലേ? ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങാം അല്ലേ? ഇങ്ങനെ ഏത് തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസ് ഇങ്ങനെ അവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇലക്ട്രോൺസിന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റും. ക്ലിയർ? ഇത് ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങും. ഇതാണ് റുദർഫോർഡിൻ്റെ മോഡൽ. ഓക്കെ, സെൻറ്റർ എന്തുതന്നെയാണ്? സെൻറ്റർ ന്യൂക്ലിയസ് ആണ്. സെൻറ്ററിൽ ആയിരുന്നത് ന്യൂക്ലിയസ് ഉണ്ട്. ക്ലിയർ? ഓക്കെ, ഇവിടെ നമ്മൾ ജെ തോംസൻ്റെ മോഡൽ എന്തുണ്ടായിരുന്നത്? തോംസൻ്റെ മോഡൽ ഉണ്ടായിരുന്നത് സെൻറ്റർ എന്തായിരുന്നു? സെൻറ്ററിൽ വലിയൊരു പോസിറ്റീവ് സ്ഫിയറും പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഇലക്ട്രോൺസാണ്.
അല്ലേ? ഇവിടെ എന്ത് ചെയ്തു? പോസിറ്റീവ് എന്ത് ചെയ്തു? ഉള്ളിലേക്ക് ഏറ്റവും സെൻറ്ററിലേക്ക് പോയി. ഓക്കെ, ദ മാസ് ആൻഡ് ചാർജ്, പോസിറ്റീവ് ചാർജ് ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ആറ്റം. ഓക്കെ, കോൾഡ് ന്യൂക്ലിയസ്. അതാണ് ശരിക്കും റുദർഫോർഡ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. പിന്നെ അതിന് ശേഷം നീൽസ് ബോർ വരുന്നുണ്ട് ബോറിൻ്റെ മോഡലുമായിട്ട്. ഓക്കെ, ബോറിൻ്റെ മോഡൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്, ശരിയാണ്, മിഡിലിൽ. ഇലക്ട്രോൺസ് ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫിക്സ്ഡ് ആയിട്ടുള്ള പാത്ത് വേ, സർക്കുലർ പാത്തിലൂടെ എന്തെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ബോറിൻ്റെ മോഡൽ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം? ഇത് കെ ഷെല്ല്, എൽ ഷെല്ല്, കുറേ ഷെല്ല് അല്ലെങ്കിൽ നമുക്കിതിനെ ഷെല്ല് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്കിതിനെ ഓർബിറ്റ് എന്ന് വിളിക്കാം, ഓൾസോ കോൾഡ് ഓർബിറ്റ്. ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. കെയും എല്ലും ഒക്കെ ഓർബിറ്റ്സ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ ഫിക്സ്ഡ് സർക്കുലർ പാത്ത്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫിക്സ്ഡ് ഓർബിറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഷെല്ല് എന്ന കൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പിന്നെ നീൽസ് ബോറാണ്. ഓക്കെ, റൈറ്റ്. ഇനി ഏറ്റവും അവസാനത്തിൽ നീൽസ് ബോറിന് ശേഷം വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല. ഏറ്റവും അവസാനത്തെ മോഡൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്നാണ് പറയുക. ഓക്കെ, പേര് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഇവിടെ ശരിക്കും ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ അതിൻ്റെ ഏറ്റവും ഫൗണ്ടറായിട്ട് പറയുന്ന ഒരാളാണ് എർവിൻ ഷ്രോഡിഞ്ചർ. നിങ്ങൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്നോ അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ക്യാറ്റ് എന്നൊക്കെ കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും ബേസ്മെൻ്റ് ആണ് ഇതെല്ലാം. ഓക്കെ, അവിടെ പറയുന്ന കുറേ ഷ്രോഡിഞ്ചർ പിന്നെ ഇക്വേഷനൊക്കെ അവിടെയാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, തൽക്കാലം നിങ്ങൾക്ക് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ശരിക്കും ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് നിന്ന് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഓർബിറ്റൽ എന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് മാറുക. ഓർബിറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഓർബിറ്റൽ. ഓക്കെ, അതുപോലെ ഷെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷെല്ല് എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ ഓർബിറ്റൽ എന്ന കൺസെപ്റ്റ് മാത്രമല്ല, സബ് ഷെല്ല് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും നമ്മൾ. ഷെല്ലിനകത്ത് സബ് ഷെല്ലുകളുണ്ട്. ഇപ്പോൾ കെ ഷെല്ലിനകത്ത് എന്തുണ്ട്? കെ ഷെല്ലിനകത്ത് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്. ഓക്കെ, എൽ ഷെല്ലിനകത്ത് എസും പിയും, എസ് പി എന്ന് പറയുന്ന 2 സബ് ഷെല്ലുണ്ട്. എം ഷെല്ലിനകത്ത് എസ് പി ഡി, ഇതൊക്കെ സാധാരണ സ്മോൾ ലെറ്ററിൽ ഉപയോഗിക്കാം കേട്ടോ. എസ് പി ഡി എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്. ഓക്കെ, അടുത്ത ഷെല്ല് എൻ ഷെല്ലാണ്. അതിനകത്താവട്ടെ എസ് പി എസ് ഓക്കെ ഓക്കെ എസ് പി ഡി എഫ് ഇങ്ങനെയുള്ള സബ് ഷെൽസ് ഉണ്ട്. ഇതൊക്കെ സബ് ഷെൽസ് ആണ്. ഇത് ഷെല്ലാണ്. അപ്പോൾ മെയിൻ ഷെല്ലിനകത്ത് എന്തുണ്ട്? സബ് ഷെൽസ് ഉണ്ടാകുന്ന കേസാണ് നമ്മൾ അവസാനം ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുക. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പീരിയോഡിക് ടേബിളിൽ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങൾക്കറിയാം, നമ്മളെ ചാപ്റ്റർ ആക്ച്വലി പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൽ പീരിയോഡ്സ് ഉണ്ടായിരിക്കും, അതിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അല്ലേ? കുറേ കോളം റോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുറേ എലമെൻറ്റ്സ് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ആറ്റം മോഡലിനെ കുറിച്ചും ഷെല്ലിനെ കുറിച്ചും സബ് ഷെല്ലിനെ കുറിച്ചും ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷനെ കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇവിടെ ആറ്റം മോഡലിൽ ഉള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ നമ്മൾ ഇന്ന് കാണുന്നത് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന മോഡൽ നീൽസ് ബോറിൻ്റെ ബോർ മോഡൽ ഓഫ് ആറ്റമാണ്. ഓക്കെ, ഇതായിരിക്കും മിക്കവാറും നിങ്ങളുടെ മനസ്സിലുള്ള ആറ്റം അല്ലേ? ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു ഫിക്സ്ഡ് സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിനിടയിൽ ഇലക്ട്രോൺസിനെ കാണൂല. അപ്പോൾ കെ ഷെല്ലിൻ്റെയും എൽ ഷെല്ലിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസിൻ്റെ ഇവിടെ പോസിബിൾ ആണോ? ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാകാൻ പറ്റുമോ? ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവുമോ? നോ, ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം? കെ ഷെല്ലിലൂടെ മൂവ് ചെയ്യാം, പിന്നെ എൽ ഷെല്ലിലൂടെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസിനെ കാണാൻ പാടില്ല. ഓക്കെ, ഒട്ടും തന്നെ കാണാൻ പാടില്ല.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫിക്സ്ഡ് ഓർബിറ്റ് എന്നൊക്കെ പറയാനുള്ള കാരണം. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം തിയറി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്കിവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റ്, നമ്മൾ ഷെല്ല് എന്ന് പറഞ്ഞു വെച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു അല്ലേ. ഓക്കെ, ഷെല്ല് എന്ത് ചെയ്യുന്നു, സബ് ഷെല്ലായിട്ട് എന്ത് മാറുന്നു. അതുപോലെ ഓർബിറ്റ് എന്ന് നമ്മൾ ഷെല്ലിനെ കുറിച്ച് തന്നെയാണ് ഓർബിറ്റ് എന്ന് പറയാം. ആ ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അതാണ് ഓർബിറ്റൽ എന്ന ടേം. ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് ഇനിയുള്ള സ്ലൈഡിൽ നമുക്ക് മനസ്സിലാവും.